എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ദുബായ് വേൾഡിലെ വൺ ഓഫ് ദ സേഫസ്റ്റ് സിറ്റി ആണെന്നുള്ളത്. അതുപോലെ തന്നെ ഇവിടുത്തെ നിയമം എന്ന് പറയുന്നത് വളരെ കർശനമാണ്. ഈ രാജ്യത്ത് വലിയവൻ ചെറിയവൻ എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. പണക്കാരനായാലും പാവപ്പെട്ടവനായാലും നിയമം എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ആ കാണുന്ന ബിൽഡിംഗ്. ആ ബിൽഡിംഗ് കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കാര്യം എന്താണെന്ന് മനസ്സിലാവില്ല. വാ ഞാൻ പറഞ്ഞുതരാം. D5 നമ്പർ പ്ലേറ്റ് അറിയാത്ത ആൾക്കാർ UAE വളരെ കുറവായിരിക്കും. 32 മില്യൺ ദിറംസ് കൊടുത്തിട്ടാണ്, അഥവാ ഓൾമോസ്റ്റ് ഇന്ത്യൻ മണി 74 കോടി രൂപയെ അദ്ദേഹം അത് ലേലത്തിൽ പിടിച്ചത്. അതുപോലെ തന്നെ 4 മില്യൺ ദിറംസ് കൊടുത്തിട്ടാണ് ഒരു മൊബൈൽ നമ്പർ അദ്ദേഹം ലേലത്തിൽ പിടിച്ചത്. അത്രയും വലിയ കാശുകാരനായ ഒരു വ്യക്തി. അദ്ദേഹത്തിൻ്റെ തന്നെയാണ് ആ ബിൽഡിങ്ങും, ആ കാണുന്ന ബിൽഡിങ്ങും. അപ്പോൾ നമുക്ക് ഊഹിക്കാൻ പറ്റും അദ്ദേഹത്തിൻ്റെ സ്വത്തും അദ്ദേഹത്തിൻ്റെ പിടിപാടും എത്രയാണെന്നുള്ളത്. 2 ബുഗാട്ടി കാറാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അഥവാ വീട്ടിൻ്റെ ഉള്ളിൽ നമ്മളിപ്പം ടോയ്സ് ഒക്കെ വെക്കൂലേ, ഇൻറ്റീരിയർ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് 2 ബുഗാട്ടി കാറാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത്രയും സമ്പന്നനായ ഒരു വ്യക്തി, അത്രയും പിടിപാടുള്ള ഒരു വ്യക്തി. ഇന്ന് എവിടെയാണെന്ന് ചോദിച്ചാൽ അദ്ദേഹം UAE ഒരു ജയിലിലാണ്. അദ്ദേഹത്തിന് UAE കോടതി 5 വർഷത്തെ തടവും 5 ലക്ഷം ദിറം പിഴയും വിധിച്ചു. എന്തിനാണെന്നല്ല, ഒരു മണി ലോണ്ടറിങ് കേസിൽ ഉൾപ്പെട്ടതിന്. അപ്പം ഇവിടുത്തെ നിയമം എന്ന് പറയുന്നത് അത് പണക്കാരനോ പാവപ്പെട്ടനോ നോക്കിയിട്ടല്ല നമുക്ക് നീതി കിട്ടുന്നത്. ഇവിടെ കുറ്റം ചെയ്തവനും അത് എത്ര വലിയ കൊമ്പത്തുള്ള ആളാണെങ്കിലും ശിക്ഷിക്കപ്പെടും. അതുകൊണ്ട് തന്നെയാണ് അത്രയും സ്ട്രിക്റ്റായി ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് ഈ രാജ്യം ഇപ്പോഴും വൺ ഓഫ് ദ സേഫസ്റ്റ് സിറ്റി ഇൻ ദ വേൾഡ് എന്ന് അറിയപ്പെടുന്നത്. ഇനി നിങ്ങൾ പറ, നിങ്ങൾ ഇതുവരെ പോയ രാജ്യങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും സേഫസ്റ്റ് ആയിട്ട് തോന്നിയ ഒരു രാജ്യം.